പൂർണി ശ്രീ മഹാദേവ ക്ഷേത്രം നൂറ്റാണ്ടുകളായി തൃശ്ശൂർ തെക്കാമഠം സ്വാമിയാർ ഉടമസ്ഥതയിലുള്ളതാണ്. 2017 വരെ തൃശ്ശൂർ തെക്കാമഠം നിയമിക്കുന്ന മുതൽപ്പിടിയുടെ ഉടമസ്ഥതയിൽ പൂർണിയിലെ ഭക്തജനങ്ങളുടെ കൂട്ടായ്മയോടുകൂടി ക്ഷേത്രത്തിലെ ഉത്സവ കാര്യങ്ങളും മറ്റും നടത്തുന്നതിന് വേണ്ടിയിട്ട് വർഷാവർഷം ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുത്ത് ആ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. 2017 തിരഞ്ഞെടുത്ത കമ്മിറ്റി ആ വർഷത്തെ ഉത്സവത്തിന് ശേഷം നടത്തിയ പൊതുയോഗത്തിൽ 2017 ഉത്സവത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുകയും ആ കണക്കിൽ ചില പൊരുത്തക്കേടുകൾ കണ്ടതിനെ തുടർന്ന് വീണ്ടും പൊതുയോഗം വിളിച്ചു ചേർത്ത് ശരിയായ കണക്ക് ബോധിപ്പിക്കാം എന്ന് അന്നത്തെ ഉപദേശക സമിതി അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷെങ്കിൽ അതിനുശേഷം ക്രമവിരുദ്ധമായി അവരാ കമ്മിറ്റി അന്നത്തെ ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡൻറ്റും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെ ചിലരെയും കൂട്ടി ഒരു വ്യാജ ട്രസ്റ്റ് രൂപീകരിച്ച് പൂവർണി ക്ഷേത്രം ഭരണസമിതി ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ആ ട്രസ്റ്റിൻ്റെ മേൽനോട്ടത്തിൽ തുടർന്ന് ഭരണം നടത്തി വന്നതാണ്. കൃത്യമായ കണക്കുകൾ മഠത്തെ ബോധിപ്പിക്കുകയോ മഠത്തിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ കൂടി തുടർന്ന് ഭരണം ഈ ട്രസ്റ്റ് നടത്തി വന്നിട്ടുള്ളതാണ്. തുടർന്ന് 2018 വീണ്ടും അടുത്ത വർഷത്തെ ഭരണസമിതിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ തെക്കേമഠം മാനേജരുടെ നേതൃത്വത്തിൽ പൂരണി ദേവസ്വത്തിൽ ഒരു പൊതുയോഗം വിളിച്ചു കൂട്ടുകയും ആ വിളിച്ചു ചേർത്ത പൊതുയോഗത്തിൽ വെച്ച് ആ വർഷത്തേക്കുള്ള ക്ഷേത്ര ഭരണ സംബന്ധമായ കാര്യങ്ങൾ നോക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഉപദേശക സമിതി തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെങ്കിൽ അതിന് മുമ്പത്തെ ഉപദേശക സമിതി വീണ്ടും തിരഞ്ഞെടുത്ത കമ്മിറ്റിയെ ഈ ഭരണം ഏൽപ്പിക്കുകയോ ആ വർഷത്തെ കണക്ക് ബാക്കി റെക്കോർഡ്സ് ക്ഷേത്രത്തിൻ്റെ താക്കോൽ ഇതൊന്നും നൽകാതെ അവരെ പുതിയ ഭരണസമിതിയായി ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞ് പാലാ മുനിസിപ്പൽ കോടതിയിൽ ഒരു കള്ളക്കേസ് കൊടുത്തിട്ടുള്ളതാണ്. തുടർന്ന് ആ കേസിൽ തൃശ്ശൂർ തെക്കേമഠം സ്വാമിയാർ കേസിൽ കക്ഷി ചേരുകയും 2023 ഡിസംബറിൽ ആ കേസ് പാലാ മുനിസിപ്പൽ കോടതിയിൽ കൊടുത്ത കേസ് മഠത്തിന് അനുകൂലമായിട്ട് വിധി വന്നിട്ടുള്ളതാണ്. പക്ഷെങ്കിൽ അവർ 2018 ആ വിധി വന്നതിന് ശേഷം കേസ് അപ്പീൽ പോവുകയും അപ്പീൽ അവർക്ക് അനുവദിച്ചു കൊടുത്ത് ഉള്ളതാണ്. അതിനെതിരെ വീണ്ടും മഠം പല കോടതിയിൽ കേസ് കൊടുത്ത് 2025 മാർച്ച് മാസം 11-ാം തീയതി മഠത്തിന് അനുകൂലമായിട്ട് കേസ് വിധി വന്നിട്ടുള്ളതാണ്. അതിനുശേഷം മാർച്ച് 12-ാം തീയതി വീണ്ടും തൃശ്ശൂർ തെക്കേമഠം നിയമിച്ചിട്ടുള്ള മുതൽപ്പിടി ക്ഷേത്ര മാനേജർ ക്ഷേത്രത്തിൻ്റെ ചാർജ് ഏറ്റെടുക്കുകയും ഭരണം തുടർന്ന് വന്നിട്ടുള്ളതാണ്. അതിനുശേഷം വീണ്ടും അവരൊരു കള്ളക്കേസ് ഉണ്ടാക്കി RDO കോടതിയിൽ ഒരു കേസ് കൊടുത്ത് RDO തൃശ്ശൂർ തെക്കേമഠം മുതൽപ്പിടി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങണം എന്ന് കാണിച്ചുകൊണ്ട് ഒരു ഉത്തരവ് വരികയും അതിനെതിരെ വീണ്ടും തെക്കേമഠം കോട്ടയം സെഷൻസിൽ ഒരു കേസ് കൊടുക്കുകയും ചെയ്തു. അന്തിമമായിട്ടൊരു വിധി ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോട്ടയം സെഷൻസ് കോടതി പൂർണ്ണമായിട്ടും ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയും ഭരണനിർവഹണവുമെല്ലാം തൃശ്ശൂർ തെക്കേമഠം സ്വാമിയാരിൽ നിക്ഷിപ്തമാണ് എന്ന് കാണിച്ചുകൊണ്ട് ഉത്തരവ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ക്ഷേത്ര ഭരണവും ബാക്കി ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പും ബാക്കി കാര്യങ്ങളെല്ലാം തൃശ്ശൂർ തെക്കേമഠത്തിൻ്റെ ഉടമസ്ഥതയിൽ തെക്കേമഠം നിയമിച്ചിട്ടുള്ള മുതൽപ്പിടി ഏറ്റെടുത്ത് പ്രവർത്തനം തുടരുന്നതാണ്. മാർച്ച് മാസം 12-ാം തീയതി മുതൽ മാർച്ച് 27 വരെയുള്ള ദിവസങ്ങളിലെ ഇവിടുത്തെ വരവ് ചെലവ് കണക്കുകൾ ഏകദേശം 1,05,000 രൂപ വരവും 85,000 രൂപ ബാലൻസ് പൈസയും നമ്മൾ ട്രസ്റ്റിനെ ഏൽപ്പിക്കുകയുണ്ടായി. അത് ഏകദേശം 5-8 ദിവസത്തിന് ശേഷമാണ് ട്രസ്റ്റിനെ പാലാ SIയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ കൊടിമരച്ചുവട്ടിൽ വെച്ച് അത് ഏൽപ്പിക്കുകയുണ്ടായി.
എന്നാൽ അതിനുശേഷവും ഈ 3-4 മാസക്കാലമായിട്ടും ശമ്പളം തരാതെയും അതുപോലെ തന്നെ ജോലി, ഈ കാരായ്മ ജോലി, എൻ്റെ കുടുംബത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ജോലി, അവകാശം കിട്ടുന്ന അതൊരു പുണ്യമാണ്. ആ പുണ്യം ഇട്ടിട്ട് പൊക്കോണം എന്നുള്ള ഭീഷണി എന്നോട് നേരിട്ടല്ലെങ്കിലും പലരും മുഖാന്തരവും ഇട്ടിട്ട് പൊക്കോണം, ഇവിടെ ഒരു കാരായ്മയില്ല എന്ന് പല പ്രാവശ്യം പറയുകയുണ്ടായി. അതിന് ശേഷം ഞാൻ വളരെ സങ്കടപ്പെട്ടാണ് ഈ 2-3 മാസം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ശമ്പളം തരാതെ ഒരു 4 മാസം എന്നെ ഇവിടെ ഇട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഈ കാലയളവിലാണ് തെക്കേമഠം വന്ന് ചാർജ് എടുത്തത്. അതുകൊണ്ട് തന്നെ അത് എനിക്ക് കൂടുതൽ സന്തോഷകരമായി.